ഇവിടെ വന്ന് നോക്കിയപ്പം പുള്ളിയുടെ ഒരു എൻട്രി കണ്ടപ്പോൾ എൻ്റെ പൊന്നോ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റിയില്ല. സത്യമായിട്ടെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഈ 74 വയസ്സിൽ മമ്മൂക്ക അർമാദിക്കണം എന്ന് വെച്ചാൽ ഇതുവരെയ്ക്കും ഒരു പടം അങ്ങനെ കണ്ടിട്ടില്ല. പോയി തിയേറ്ററിൽ തന്നെ കാണണം, എന്നാലേ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. നമ്മളെപ്പോഴും മമ്മൂക്ക ഫാനാണ്, എപ്പോഴും മമ്മൂക്ക. നമ്മൾ ചെയ്തൊന്നും കണ്ടില്ല ബൈ. ഉറപ്പാണ് ഇത് 100 കോടി നിൽക്കൂല, അതിന് മുകളിലേക്ക് പോകും. പടം ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ച് ലാഗാണെന്ന്, പക്ഷെ അങ്ങനെയൊന്നും അല്ല. സെക്കൻഡ് ഹാഫ് കൊണ്ടുവന്ന് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് പടം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റുകളൊക്കെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ഒരു രക്ഷയില്ല, ഭയങ്കര ലുക്കാണ്, ഒരു രക്ഷയില്ല. പോയി തിയേറ്ററിൽ തന്നെ കാണണം, എന്നാലേ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അടിപൊളി പടം, സൂപ്പർ പടം, അതിഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരം, പറയാൻ വാക്കില്ല. സത്യമായിട്ടെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഈ 74 വയസ്സിൽ മമ്മൂക്ക അർമാദിക്കണം എന്ന് വെച്ചാൽ ഇതുവരെയ്ക്കും ഒരു പടം അങ്ങനെ കണ്ടിട്ടില്ല. 19 വർഷത്തിൽ കൂടുതലാണ് ഫാൻസ് വന്നിട്ട്. ഇതിനകത്ത് ഒരു പടം സൂപ്പറിന് അതിഗംഭീരം, അടിപൊളി. ഞാൻ ഇന്നേ വരെ മമ്മൂക്കയുടെ ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പടം കണ്ടിട്ടില്ല. പടം എങ്ങനെ പോയാലും ഒരു 100-150 കോടി വാരിയിരിക്കും. ഇതിൻ്റെ പുതിയ ഡയറക്ടറാണ്, മനസ്സിലായോ? ഈ സിനിമയിൽ ആദ്യം ആയിട്ട് ഒരു വർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ പുള്ളി ഈ പടം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആവാട്ടണ്ണൻ്റെ ഒരു എൻട്രി. പുള്ളി ഇന്നലെ ഈ വൈകുന്നേരം എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ബസ് കാണാതെ ഈ കൊച്ചി കാണാമെന്ന് തോന്നി. ഞാൻ പറഞ്ഞു ഇന്ന് വരണില്ല, ഇനി അടുത്ത തവണ എപ്പോഴും ഇങ്ങനെ വരാമെന്ന് തോന്നി. പുള്ളിയുടെ ഒരു എൻട്രി ഉണ്ടെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പം പുള്ളിയുടെ ഒരു എൻട്രി കണ്ടപ്പോൾ എൻ്റെ പൊന്നോ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റിയില്ല. പുള്ളി കൊണ്ടുപോയി തിയേറ്ററിന്. ആ ഒരു 2-3 സെക്കൻഡേ പുള്ളി ഉണ്ടെങ്കിലും പുള്ളി ആ സെക്കൻഡ് തിയേറ്റർ പൂരപ്പറമ്പാക്കി. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും ഫാൻസ് ഈ പുള്ളിക്ക് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ആ പടം അടിപൊളി. ഈ പടത്തിന് ഒരു ക്ലാപ്പിങ്ങിലൊരു പങ്ക് പുള്ളി കൊണ്ടുപോയി, ആവട്ടെണ്ണം കൊണ്ടുപോയി. ഇതേപോലെ പുള്ളിക്ക് ഇനിയും കുറച്ച് വേഷങ്ങൾ കൊടുക്കുകയാണ് ഈ പടം. ഇതേപോലെ കുറേ എൻകറേജിങ് മൂമെൻറ്റ്സ് ഇനിയും ഉണ്ടാവും സിനിമയ്ക്ക്. മമ്മൂക്കയുടെ അഭിനയം, പിന്നെ സംവിധാനത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, BGM കറക്റ്റ് ടൈമിൽ വന്ന് എല്ലാം കൂടെ കൊണ്ടൊരു കറക്റ്റ് സിങ്ക്, ഇമോഷണലി കണക്ട് ചെയ്യും എല്ലാവർക്കും. പടം വൻ ഹിറ്റാവും, അത് യാതൊരുവിധ സംശയമില്ല. വൻ ഹിറ്റ് എന്ന് പറഞ്ഞാൽ വൻ ഹിറ്റ്. ഇത് ഹിറ്റായില്ലേ പിന്നെ വേറൊരു സിനിമ ഹിറ്റാവില്ല. അപ്പോൾ ഈ പൊളി പടം. പടം വേറെ ലെവലാണ്. ബസുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം, പടം വേറെ ലെവലാണ്. കാരണം ഗെയിമിങ്, പിന്നെ അയാളുടെ മോട്ടിവേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കാണാത്ത സിനിമയല്ലല്ലോ. നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ സിനിമ എന്ന് പറയുന്നത് ഇതാണ്. അന്ന് ഞങ്ങൾ ബ്രഹ്മയുഗം, മഞ്ഞോൾ ബോയ്സിനൊക്കെ വന്നിട്ടപ്പോൾ അന്ന് പടം വേറെ ലെവലായിരുന്നു. പക്ഷെ ഇപ്പം പറയാനുള്ളത്, നമ്മൾ കാണാത്ത സിനിമ അല്ലല്ലോ. നമ്മളെപ്പോഴും മമ്മൂക്ക ഫാനാണ്, എപ്പോഴും മമ്മൂക്ക. നമ്മൾ ചെയ്തൊന്നും കണ്ടില്ല ബൈ. തീർച്ചയായിട്ടും ഇതൊരു പരീക്ഷണ ചിത്രമാണ്. അതിൽ ഡീനോ ഡെന്നിസ് 100% വിജയിച്ചു എന്ന് തന്നെ പറയാം. ആലപ്പുഴ ജിങ്കാന മരണമാസം രണ്ടും പോയി. ബസൂക്ക മാത്രമാണ്, ഒരു രക്ഷയില്ല. ആദ്യത്തെ 30 മിനിറ്റ് നമ്മൾ പടം ഡൗൺ ആയെന്ന് വിചാരിച്ചാണ്. പക്ഷേ പതുക്കെ പടം കയറി കൊളുത്തി. ക്ലൈമാക്സിന് 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒയ്യോ, തിയേറ്ററിൽ കത്തി പടരായിരുന്നു. ഫാമിലി അടക്കമുള്ള ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഉറപ്പാണ് ഇത് 100 കോടി നിൽക്കൂല, അതിന് മുകളിലേക്ക് പോകും. രക്ഷയില്ലാത്ത പടമാണ്.